പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി മോൺസൺ മാവുങ്കന്റെ വീട്ടിൽ റെയ്ഡ്. മോൺസണിന്റെ കൊച്ചി കലൂരിലെ വീട്ടിലാണ് റെയ്ഡ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? സുരേഷ്, നിലവിൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വീട്ടിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റിസ്റ്റത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. നേരത്തെ ഈ വീട്ടിൽ നിന്നും പുരാവസ്തുക്കൾ മോഷണം പോയി എന്ന് മോൺസന്റെ മകൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോൺസന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മോഷണം പോയ വസ്തുക്കളുടെ എണ്ണമടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം വിളക്ക് ഉൾപ്പെടെ 15ഓളം വിലപിടിപ്പുള്ള വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നത്. ഈ മോഷണം നടത്തിയിരിക്കുന്നത് വാതിലോ അല്ലെങ്കിൽ വീടോ കുത്തി തുറന്നല്ല, അറിയാവുന്ന ആരോ ആണ് ഇത്തരത്തിൽ മോഷണം നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരമൊരു പ്രാഥമിക നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമുള്ളത്. എന്തായാലും ഈ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ 15ഓളം വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ നോർത്ത് പോലീസിലും ഇത്തരത്തിൽ ഈ മോഷണം സംബന്ധിച്ചുള്ള പരാതി മോൺസന്റെ കുടുംബം നൽകിയിരുന്നു. പിന്നീടാണ് കോടതിയെ സമീപിച്ചത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. അതിനിടയിൽ തന്നെ ഡിവൈഎസ്പി റസ്റ്റം തനിക്കെതിരെ മോൺസൺ കേസിലെ പരാതിക്കാർ ഉന്നയിച്ച കൈക്കൂലി ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മോൺസണുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിലെ ഇരയെ സ്വാധീനിക്കാൻ പരാതിക്കാർ ശ്രമിച്ചിരുന്നു. ഈ ഒരു കാര്യം താൻ അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് തനിക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത്. മാത്രമല്ല, ഈ അന്വേഷണം വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ കൈക്കൂലി വേണമെന്നുള്ള ആവശ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉന്നയിച്ചതെന്നായിരുന്നു നേരത്തെ പരാതിക്കാർ ആരോപണം പറഞ്ഞിരുന്നത്. പക്ഷേ അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ തനിക്ക് കൈക്കൂലി നൽകി എന്നുള്ള ഒരു വാദമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണെന്നും റസ്റ്റം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മോൺസന്റെ വീട്ടിൽ നടത്തുന്ന പരിശോധന നിലവിൽ പൂർത്തിയായിരിക്കുകയാണ്. 15ഓളം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.